ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മൾ സാധാരണ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, ആമസോൺ പേ ഇതുവഴിയൊക്കെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ചില പൈസ ഒക്കെ നമ്മൾ അയക്കുന്നത് വളരെ സ്വകാര്യമായിട്ടേക്കും അയക്കുന്നുണ്ടാവും, മറ്റാരും കാണരുത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വെച്ച് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോൺ പേ അല്ലെങ്കിൽ ആമസോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റും നമ്മൾ ആർക്കാണ് ഇത് അയച്ചതെന്നുള്ളത്. അപ്പൊ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി രണ്ട് സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ചെയ്തു വെക്കുക. അറിയാത്തവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപകാരമായിക്കോട്ടെ. ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയൊക്കെ നമ്മൾ പേയ്മെന്റ് സാധാരണ നടത്തുന്ന സമയത്ത് നമുക്ക് രഹസ്യമായിട്ടൊക്കെ നമ്മൾ ചിലപ്പം പൈസ അയക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പൊ നമ്മള് അതിനുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഗൂഗിൾ പേ ഞാൻ ഓപ്പൺ ചെയ്തു അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഹോം പേജ് വരുന്നത്. ഇവിടെ ഹോം പേജിൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് കാണാം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ക്യാഷ് അയക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മുൻപ് നമ്മൾ അയച്ച ആളുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ആ ഒരു ഐക്കൺ കാണുന്നില്ല, അതിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്, ഇവിടെ കണ്ടോ ഹൈഡ് ആവും എന്നുള്ള പറയുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ആ ഒരു ആളുടെ പേര് അവിടുന്ന് ഹൈഡ് ആയി. അപ്പം അതാ രണ്ടാമത് ഞാൻ അടുത്ത ആളുടെ പേര് ഞാൻ സെലക്ട് ചെയ്യണം. ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഹൈഡ് കൊടുത്താൽ എന്തായി, അവിടെയും ഹൈഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് കാര്യങ്ങൾ ഒരാൾ ഫോൺ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആർക്കൊക്കെ ക്യാഷ് അയച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ ഒരു ലോഗോ മാത്രമല്ല അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ ഏറ്റവും മുകളിലുള്ള ആ പ്രൊഫൈലേക്കാണല്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ്, ഈ ഓട്ടോപേന്റെ തൊട്ടതായിട്ട് സെറ്റിംഗ്സ് വന്നിരിക്കുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേഴ്സണൽ ഇൻഫോ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്ക് വേണ്ടത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ആണ്. ആ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ നമുക്ക് ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് വരികയാണ്. ഇവിടെ കണ്ടില്ലേ താഴെ ഗൂഗിൾ അക്കൗണ്ട്സ് ഉണ്ട്, ഒരു ബ്ലൂ കളറിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ, ഗൂഗിൾ അക്കൗണ്ട്സ് അല്ലെ. ആ ഗൂഗിൾ അക്കൗണ്ട്സിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിന്റെ പാസ്വേഡ് അവർ ചോദിക്കുന്നുണ്ട്. ആ പാസ്വേഡ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പേയ്മെന്റ്സ്, അതായത് നമ്മൾ കാർഡ് വഴി ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴി ചെയ്ത സ്കാൻ ചെയ്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഇവിടെ താഴോട്ടേക്ക് നോക്കിയാൽ നമ്മൾ ഡെയിലി ചെയ്ത ഓരോ ആളുകൾക്കും നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആരതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം എല്ലാ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഹവറിൽ നമുക്ക് ചെയ്ത്, അതായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ചെയ്തത്, ലാസ്റ്റ് ഡേ ചെയ്തത്, പിന്നെ ഓൾ മൊത്തത്തിൽ വേണമെങ്കിൽ ഇതുവരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്ത എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അവിടുന്ന് സാധിക്കുന്നതാണ്. അപ്പൊ ഇത് പലർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. കാരണം പലരും ഈ പറഞ്ഞിരിക്കുന്ന പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ഒളിപ്പിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള അറിയാത്ത പലരും ഉണ്ട്. എല്ലാവരും ഒന്ന് ഇതൊന്ന് ചെയ്തു നോക്കുക.